നാളെ ഓണം ബമ്പറല്ലേ, അതുകൊണ്ട് നാളത്തേന് വേണ്ടിയിട്ട് എല്ലാവരും തലേദിവസമല്ലേ എല്ലാ കാര്യം ചെയ്യുള്ളൂ. അനൂപിന് തലേദിവസത്തെ ടിക്കറ്റ് എടുത്ത് അടിച്ചു തന്നു, അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും തലേദിവസം ടിക്കറ്റ് എടുക്കുകയുള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്ന പത്മവിലാസം റോഡിലാണ്. നമ്മുടെ പഴയ രാമേന്ദ്രയുടെയൊക്കെ അടുത്തുള്ള കൈരളി ലോട്ടറി ഏജൻസിയുടെ നേരെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. ലോട്ടറി കടയിൽ തിരക്ക് നോക്കി. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇന്നാണ് അടിക്കുന്ന ലോട്ടറി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിക്ക് 150 രൂപ പെട്രോളും അടിച്ച് ഞാൻ ഇവിടെ വരെ വന്നത്. അങ്ങോട്ട് പോ. ലോട്ടറി എല്ലാം തീർന്നോ? ദൈവമേ, പെട്രോൾ അടിച്ച് ലോട്ടറി എടുക്കാൻ വന്നതാണ്. എൻ്റെ പെട്രോൾ 150 രൂപ ഇനി എന്തിരി. ഇപ്പോൾ സമയം 7:30 7 മണിയൊക്കെ ആയപ്പോഴത്തേന് ടിക്കറ്റ് എല്ലാം വിറ്റ് തീർന്നിട്ടുണ്ട്. ചേട്ടാ, എത്ര മണിയാണ് ടിക്കറ്റ് തീർന്നത്? 7 മണിയൊക്കെ മൊത്തം തീർന്നു. ഈ കഴിഞ്ഞ അത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ഈ സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ ഈ ആഴ്ച മാറ്റി വെച്ചില്ലേ, അതുകൊണ്ടാണ് ഇത്തിരി കൂടെ തിരക്ക് വന്നത്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇവിടെ തന്നെ അടി വരുമോ? വരട്ടെയാണ് പ്രാർത്ഥിക്കുന്നത്. തിരുവനന്തപുരത്ത് ആർക്കായാലും തിരുവനന്തപുരത്ത് തന്നെ അടിക്കണം കേട്ടോ. കാരണം ഒരു പോലീസുകാരെ തിരുവനന്തപുരത്ത് ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ എല്ലാ കടയിലെ അവസ്ഥ ഇത് തന്നെയാണ്. എല്ലായിടത്തും ടിക്കറ്റുകൾ തീർന്നു. എല്ലാം ലാസ്റ്റ് കൈയുള്ള ടിക്കറ്റ് എല്ലാവരും എടുത്തുകൊണ്ട് പോയി. നമ്മാൻ്റെ ലോട്ടറി എടുക്കുമ്പോൾ ഒരു കടയിലും ലോട്ടറി ഇല്ല കേട്ടോ. എല്ലാ ആൾക്കാർ ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി. എനിക്കൊന്ന് ശമ്പളം മൊത്തം കൊടുത്ത് ലോട്ടറി എടുത്തെന്ന് തോന്നുന്നു. ഈ 1-ാം തീയതി 2-ാം തീയതി ആക്കി. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ലോട്ടറി എടുക്കുന്ന, ഇപ്പോൾ വഴിയിൽ കൊണ്ട് വയ്ക്കുന്ന ലോട്ടറി എടുക്കുന്നുണ്ട്. ലോട്ടറി കടകളിലെല്ലാം ലോട്ടറി തീർന്നു. ഒരു മാമൻ ലോട്ടറി കൊടുക്കുന്നു, പുള്ളിയുടെ ഉണ്ട് ലോട്ടറി കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കാം, അടിക്കണം, നോക്കി ഒരെണ്ണം എടുക്കാം. കറക്കി കുത്തി വേണം എടുക്കാം. ഇതിൽ നിന്ന് കറക്കി കുത്തി ഒരെണ്ണം എടുക്കാം. എന്താ ലോട്ടറി കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തലേദിവസത്തെ കച്ചവടം നല്ല കച്ചവടം. ഒരിടത്തും ടിക്കറ്റ് ഇല്ലല്ലോ, എല്ലാം തീർന്നു പോയി. ഭയങ്കര. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് എത്ര ലക്ഷം ടിക്കറ്റ് വിറ്റ് കാണും. ഇപ്പൊ ഈ നറുക്കെടുപ്പ് മാറ്റി വെച്ചില്ല, മൊത്തത്തിൽ അടിച്ച ടിക്കറ്റാണ് ഇപ്പൊ വിറ്റോണ്ടിരിക്കുന്നത്. നറുക്കെടുപ്പ് മാറ്റി വെച്ചതുകൊണ്ട് ടിക്കറ്റ് ചെലവില്ലായിരുന്നു. നേരത്തെ മഴയായതുകൊണ്ട് 3 ദിവസം ചെലവില്ലായിരുന്നു. അതിനെ കൊണ്ടാണ് നറുക്കെടുപ്പ് മാറ്റി വെച്ചത്. അതിപ്പോ എല്ലാ ടിക്കറ്റും തീർന്നു കഴിഞ്ഞു. അപ്പൊ എല്ലായിടത്തും കടകളിലെല്ലാം ടിക്കറ്റ് തീർന്നിട്ടുണ്ട്. നമ്മളൊക്കെ നേരത്തെ എടുത്തു വെച്ചോണ്ട് കച്ചവടം ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് തന്നെ 98 ഉണ്ട്, മഴ നമുക്ക് 24 87 അല്ല ഇത് ഇനി ഇല്ല, ഒരിടത്ത് ടിക്കറ്റ് ഇല്ല, ടിക്കറ്റ് തീർന്നു. എടാ പെട്ടെന്ന് തീർന്നോണ്ട് പറവാന്നിട്ട് ഡൗട്ടിൽ നിൽക്കുകയാണ്. ഭയങ്കര തിരക്കായ സാധനം തീർന്നുകൊണ്ടിരിക്കുന്നു. പിടിച്ചു പറയാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് പാലക്കാട് നിന്ന് ഇവിടെ വരെ വന്നത്. അപ്പോൾ എല്ലാവരും ആ മാമിൻ്റെ ഒന്ന് ടിക്കറ്റ്, ഇനി പുള്ളിയുടെ 2-3 ടിക്കറ്റൂടെ ബാക്കിയുള്ളൂ. ഇവിടെ വന്നപ്പം ചേട്ടാ പാലക്കാട് നിന്ന് അറിയാവുന്ന ആൾക്കാരൊക്കെ വന്ന് ടിക്കറ്റ് എടുക്കുന്നു, ഇവിടെ വന്ന് എടുക്കുന്നു. അപ്പോൾ അവരവിടുന്ന് വേണ്ടി ഇങ്ങനെ വന്നത്, നമ്മൾ മാത്രമല്ല കേട്ടോ ഇങ്ങനെ വന്ന് എടുക്കാൻ വേണ്ടി വന്നത്. ഇവിടുത്തെ വൈബൊക്കെ കണ്ട വൈകിട്ട് ടിക്കറ്റും ഒക്കെ എടുത്തിട്ട് നമുക്ക് പോവാം. കിട്ടിയാൽ ഊട്ടി, അല്ലെങ്കിൽ ചട്ടി. എന്തായാലും 500 രൂപ ഇന്നത്തെ പണി പൈസ, ജോലി ചെയ്ത പൈസ 500 രൂപ മാറ്റി വെച്ച് ഇനി ടിക്കറ്റ് എടുക്കാനായിട്ട്. തലേദിവസം വന്നെടുക്കണം. നമ്മൾ എന്ത് കാര്യം അങ്ങനെ ആണല്ലോ മലയാളികൾ ചെയ്യുന്നത്. തലേദിവസം അങ്ങോട്ട് പിന്നെ നറുക്കെടുപ്പിൽ മാറ്റമൊന്നുമില്ലല്ലോ. നാളെ സമയത്തിലൊന്നും മാറ്റമില്ല. കച്ചവടം തറയെ തൊടാത്ത ഇത്രയും ആൾക്കാർ തിരക്കുന്നു. ഏകദേശം ഒരു 10-20, ഞാൻ ഇവിടെ നിൽക്കുന്നത് 50 പേരോളം വന്നിട്ടുണ്ട്. ആർക്കും ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പം ഇനി അവിടെ എവിടെയൊക്കെ നിൽക്കുന്നവരുടെ ടിക്കറ്റ് കാണുള്ളൂ. ചിലപ്പോൾ 1-2 ടിക്കറ്റുകളൊക്കെ ഉള്ളൂ. അപ്പോൾ എത്രയും വേഗം, സമയം കുറവാണ്, എത്രയും വേഗം ടിക്കറ്റ് എടുത്തോണം. തിരുവനന്തപുരത്ത് തന്നെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. കാരണം എനിക്കൊന്ന് മറ്റുള്ള ജില്ലയെക്കാളും കൂടുതൽ ടിക്കറ്റ് ഇവിടുത്തെ തിരുവനന്തപുരത്താണ്. ബമ്പർ തീർന്നു പോയി. ഇവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു, പുള്ളിക്കാരൻ്റെ ബമ്പറുണ്ട്. പുള്ളി ആരോ റാഞ്ചി എന്ന് തോന്നുന്നു. 5 ടിക്കറ്റ് പുള്ളിയുടെ ഉള്ളായിരുന്നു. ഞാൻ അങ്ങോട്ടെല്ലാം കാലിയായി, മൊത്തം കാലിയായി. ലോട്ടറി ഇപ്രാവശ്യത്തെ തിരുവനന്തപുരത്ത് അടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തിരുവനന്തപുരത്ത് തന്നെ. ശരി. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് ടിക്കറ്റ് എടുക്കാൻ വന്ന ഒരു സംഭവമാണ് കേട്ടോ. കാരണം ഒരുപാട് പേര്, നമ്മളെപ്പോലെ ഒരുപാട് പേര് ഫാമിലി ആയിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഈ ഓണം കഴിഞ്ഞെങ്കിലും ഓണം ബമ്പറിനെ വിട്ടിട്ടില്ല. ഇത്തവണ തിരുവനന്തപുരത്ത് തന്നെ അടിക്കാനൊരു ചാൻസ്. ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നു. ടിക്കറ്റ് ഇല്ല, ടിക്കറ്റ് മൊത്തത്തിൽ തീർന്നു പോയി. അപ്പം വന്നവരെല്ലാം നിരാശരായിട്ട് പോവുകയാണ്. ബമ്പർ എടുക്കാൻ വന്നാന്നോ? ബമ്പറെല്ലാം തീർന്നു പോയി. എല്ലാവരും തീർന്നു പോയി. ബമ്പർ തീർന്നു പോയി. ഒരു മാമൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, പുള്ളിക്കാരൻ്റെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പുള്ളി 5-6 എണ്ണേ വരുള്ളായിരുന്നു. പുള്ളിക്കാരൻ്റെ തീർന്നെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടായിരുന്നു ഒരെണ്ണം ഞങ്ങൾ കിട്ടി. അത് വേറെ ആരെ കൊണ്ടുപോയി, ഗ്രൂപ്പ് ചേർന്ന്. അവിടെയൊക്കെ തീർന്നു, എല്ലായിടത്തും തീർന്നു. അവിടെ നിന്നാണ് കഴിഞ്ഞിട്ട് ആൾക്കാർ ഒരു 10 എണ്ണം മാറ്റി വെച്ചായിരുന്നു. ഇപ്പൊ 100 രൂപ വെച്ച് കൂട്ടി അടിക്കാന്നല്ലേ. 50 രൂപ വെച്ചാലും മതിയായിരുന്നു. അത് തന്നെ, ഇവിടെ ഒന്ന് കറങ്ങിയാൽ 500 രൂപ കൊണ്ട് വീട്ടിൽ പോയായിരുന്നു. ഇപ്പൊ എല്ലാവരും ടിക്കറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ നടക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ഏതെങ്കിലും കടയിലോട്ട് പോവാം.